ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ശർക്കര വരട്ടിയില്ലാതെ എന്തോണം? അതെ, ഇന്നത്തെ ഓണം റെസിപ്പീസിൽ ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ശർക്കര വരട്ടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 നേന്ത്രക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രക്കായുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായി നേന്ത്രക്കായുടെ മേലെ തിക്കായ ഭാഗത്ത് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതുപോലെ നേന്ത്രക്കായുടെ ചുറ്റും തിക്കായ ഭാഗങ്ങളിലെല്ലാം വരഞ്ഞു കൊടുക്കണം. അതൊക്കെ തോലൊന്ന് പൊളിച്ചെടുക്കുക. ഒരെണ്ണം എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള തോലെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ നേന്ത്രക്കായയിലെ മുഴുവൻ തൊലിയും എടുത്തു കളയുക. കത്തി ഉപയോഗിച്ച് നേന്ത്രക്കായയുടെ മീതെ പറ്റി നിൽക്കുന്ന ചെറിയ തൊലികളും എടുത്ത് മാറ്റാം. ഈ നേന്ത്രക്കായനെ 2 പീസായി മുറിച്ച് നേരത്തെ കലക്കി വെച്ച ഉപ്പുവെള്ളത്തിലേക്ക് ഇടാം. കറ പോവാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അടുത്ത നേന്ത്രക്കായുടെയും തൊലി ഇതുപോലെ കളഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കാം. ഉപ്പുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറ പോയി കിട്ടും. നേന്ത്രക്കായുടെ തൊലിയും ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കായത്തൊലിയും പയറും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ല വിളഞ്ഞ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്, പഴുത്തതല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. കായ നല്ലപോലെ കഴുകിയെടുത്ത ശേഷം അതിന്റെ സെന്ററിലൂടെ മുറിച്ച് മീഡിയം പീസസ് ആയി മുറിച്ചെടുക്കാം. ഒരു കാരണവശാലും തിക്നെസ് കൂട്ടരുത്, ക്രിസ്പി ആയി കിട്ടില്ല. ഈ തിക്നെസ്സിൽ മുറിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. ഇതിനെ നമുക്ക് ഉപ്പുവെള്ളത്തിലേക്ക് ഇടാം. ഇതുപോലെ മുഴുവൻ നേന്ത്രക്കായയും മുറിച്ചെടുക്കണം. ഒരിക്കൽ നിങ്ങൾ ഇതുപോലെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും കടയിൽ പോയി വാങ്ങുകയില്ല. എല്ലാ ഓണത്തിനും ശർക്കര ഉപ്പേരി വീട്ടിൽ തന്നെ ഉണ്ടാക്കും. എല്ലാ കായയും മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയ ശേഷം ഒന്ന് വെള്ളം വാരാൻ വെക്കണം. നേരെ എണ്ണയിലേക്കാണ് ഇടുന്നത്, അതുകൊണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ശർക്കര ഉപ്പേരിയും ചിപ്സും എല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അടി കെട്ടിയുള്ള ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവണം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച നേന്ത്രക്കായ കഷ്ണങ്ങളിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പിയായി വറുത്തെടുക്കണം. നല്ല ക്ഷമ വേണ്ട ഒരു പണിയാണ്. കുറച്ചധികം സമയമെടുക്കും ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ. അതുകൊണ്ട് നേന്ത്രക്കായ പീസസ് ഒന്ന് എണ്ണയിൽ പൊന്തി വന്നതും സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. കുറേ സമയം എടുത്ത് നല്ലപോലെ ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം. ഉപ്പേരി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ച് പണികൾ കൂടി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കാം. കലകലാന്ന് സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കുടഞ്ഞിടാം. നിറയെ ബബിൾസ് എല്ലാം വന്ന് പൊന്തി വരും. ബബിൾസ് എല്ലാം ഒന്ന് അടങ്ങിയ ശേഷം തീ കൂട്ടി ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പതേ അധികം നിന്നു പോവരുത്. ഉപ്പേരി എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേ സമയം എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയ ശേഷം നമുക്കതൊന്ന് കോരിമാറ്റാം. വെള്ളം തെളിക്കുമ്പോൾ ആവി കയറി ഉപ്പേരിയുടെ ഉൾഭാഗമെല്ലാം നല്ലപോലെ വെന്ത് കിട്ടും. 1/2 കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് അലിയാൻ വെക്കണം. ചൂടാവുമ്പോൾ അത് പതുക്കിയൊന്ന് അലിഞ്ഞു വരും. ഈ ശർക്കരയിൽ അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ശർക്കരയെല്ലാം അലിഞ്ഞ ശേഷം ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ഉപയോഗിക്കാം. ശർക്കരയെല്ലാം അലിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഗ്ലേസിംഗ് കിട്ടാനാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. പഞ്ചസാര അലിയുന്നത് വരെ തുടരെ ഇളക്കണം. ഈ മിശ്രിതം ഒറ്റനൂൽ പരുവമായ ശേഷം ഒരല്പസമയം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഒറ്റനൂൽ പരുവമായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി അങ്ങ് ഇളക്കി കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു 5-10 സെക്കൻഡിന് ശേഷം നല്ലപോലെ തണുത്ത നേന്ത്രക്കായ വറുത്തതില്ലേ അതിട്ട് കൊടുക്കാം. തുടരെ ഇളക്കണം. ശർക്കര ഓരോ പീസസിലും കോട്ടാവണം. കൈവിടാതെ ഇളക്കണം, അത് നിർബന്ധമാണ്. സ്റ്റവ് കത്തുന്നില്ല കേട്ടോ, സ്റ്റവ് നേരത്തെ ഓഫ് ചെയ്തല്ലോ നമ്മള്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. 3/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. വറുത്ത് പൊടിച്ച ജീരകമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഒരല്പസമയം ഇളക്കൽ നിർത്തുമ്പോഴേക്കും എല്ലാം കൂടി ഒരു കട്ടയായി. ഇത് തണുക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആവും. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ പീസസും പെട്ടെന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ ഒരു ചെറിയ പൊടിക്കൈ കൂടി ഉണ്ട്. തണുക്കുന്നത് വരെ ഇളക്കിയാൽ തന്നെ സെപ്പറേറ്റ് ആവും. 1/2 ടീസ്പൂൺ അരിപ്പൊടി കൂടിയിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെപ്പറേറ്റഡ് ആയി കിട്ടും. പക്ഷെ കളർ ചെറുതായി ഒന്ന് കുറയും. ആ ഗോൾഡൻ കളർ പോവും. പെട്ടെന്ന് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ടില്ലേ. ഏതെങ്കിലും പീസസ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അടർത്തി മാറ്റണം, അല്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നും വാങ്ങിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശർക്കര വരട്ടിക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കായ എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആവണം. അത് തണുത്ത ശേഷം മാത്രം ശർക്കര പാനിയിലേക്കിട്ട് തുടരെ ഇളക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമന്റ്സും വിലപ്പെട്ടതാണ്. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.